അടുത്തത് ഒരു ചെറിയ മെഡിറ്റേഷൻ ആണ്. കാരണം നമുക്ക് ഇത് ഇത്രയും പറഞ്ഞതുകൊണ്ട് സപ്തധാതു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ധ്യാന പ്രക്രിയയാണ്. കാരണം ഇത് ചെയ്താല് ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ മാറ്റാം എന്ന് പറയുന്ന നമ്മുടെ ലളിതാ സഹസ്രനാമം തന്നെയാണ്. ആ ലളിതാ സഹസ്രനാമത്തിലെ ദേവി എന്താ പറയുക 7 രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ധ്യാനം ചെയ്തതിന് ശേഷം ദേവിയെ നമുക്ക് 7 പ്രാവശ്യം വെച്ച് സപ്തധാതുക്കളായിട്ട് നമ്മൾ ചിന്തിച്ച് 7 പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിരിക്കുന്ന ഒരു ആരോഗ്യം സിദ്ധിക്കും. ഇത് നമുക്ക് വിശ്വാസമാണ് പ്രധാനം. അത് നടക്കോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മുടെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ ആ ഈശ്വര ശക്തിയായിട്ട് ഇരിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഭഗവാനെ ആശ്രയിച്ചുകൂടാ? പുറത്തിരിക്കുന്ന ഈശ്വരനല്ല നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നത്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ മഹാശക്തി തന്നെയാണ്. അപ്പൊ ഈ സപ്തധാതു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഞാനത് എന്താ പറയുക എല്ലാത്തിന്റെയും പേര് പറയും. അത് 7 പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത്. 7 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓരോ 2 പ്രാവശ്യം പറഞ്ഞ് അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയാണ്. കാരണം ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ലളിതാ സഹസ്രനാമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണിത്. അപ്പൊ ആദ്യത്തത് എന്താണ്? ഓം അസ്ഥി സംസ്ഥിതായൈ നമ. ദേവിയെ അസ്ഥി രൂപത്തിൽ കാണുകയാണ്. ഓം അസ്ഥി സംസ്ഥിതായൈ നമ. ഓം മേധോനിഷ്ഠായൈ നമ. ഓം മേധോനിഷ്ഠായൈ നമ. ഓം മാംസനിഷ്ഠായൈ നമ. ഓം മാംസനിഷ്ഠായൈ നമ. ഓം രുധിര സംസ്ഥിതായൈ നമ. ഓം രുധിര സംസ്ഥിതായൈ നമ. ഓം ത്വക്സ്ഥായൈ നമ. ഓം ത്വക്സ്ഥായൈ നമ. ഓം ഓം മജ്ജാ സംസ്ഥായൈ നമ. ഓം മജ്ജാ സംസ്ഥായൈ നമ. ഓം ശുക്ല സംസ്ഥിതായൈ നമ. ഓം ശുക്ല സംസ്ഥിതായൈ നമ. ഇങ്ങനെ ഓരോന്നും നമ്മൾ 7 പ്രാവശ്യം പറയുമ്പോൾ നമ്മുടെ എന്താണ് ഈ സപ്തധാതുക്കള്, നമ്മുടെ ശരീരം സപ്തധാതുക്കളാൽ നിർമ്മിതമാണ് അല്ലേ? സപ്തധാതുക്കളാണ് നമ്മുടെ ശരീരത്തിന്റെ ഫിസിക്കൽ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ 4 അറകളുണ്ട്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പൊ നമ്മളിപ്പോ ദേഹസ്ഥ ദേവതാ ചക്രസ്തോത്രം കൊണ്ട് നമ്മൾ മനസ്സിനെ, ബുദ്ധിയെ, അഹങ്കാരത്തിനെ എല്ലാത്തിനെയും നമ്മൾ നമസ്കരിച്ചു ഇല്ലേ? ക്ഷേത്രപാലകനെ കണ്ടു, വടുകനെ കണ്ടു, ഗണപതിയെ കണ്ടു, ഗുരുവിനെ കണ്ടു ഇല്ലേ? ഈ ശരീരത്തിലിരിക്കുന്ന എല്ലാ ദേവതമാരും, ഈ ശരീരത്തിന് കാരണഭൂതമായിരിക്കുന്ന സാക്ഷാൽ ആനന്ദഭൈരവനും ആനന്ദഭൈരവി എന്ന് പറയുന്ന ആ ഒരു ബിന്ദു സ്വരൂപത്തിൽ നിന്നാണ് വന്നത്. ഇവരെല്ലാം നമ്മൾ 36 തത്വത്തിലൂടെയാണ് ഈ ശരീരത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തത്വത്തെ അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം ദേവന്മാരുടെ പാദത്തിൽ, അതായത് ആദി മാതാപിതാക്കളായിരിക്കുന്ന ശിവശക്തികളുടെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് തിരിച്ചു പോക്കാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാം അവിടെ സമർപ്പിക്കുക. കാരണം ഇതിന് കാരണഭൂതരായിരിക്കുന്ന അച്ഛനമ്മമാരെ നമസ്കരിക്കുന്നതിന് തുല്യമാണ് ഇവിടെ ശിവശക്തിമാരെ നമസ്കരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പാദപത്മങ്ങളില് നമസ്കരിച്ചുകൊണ്ട് ഇതെല്ലാം തിരിച്ചു സമർപ്പിച്ചുകൊണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിരിക്കുന്ന അതിലെ അഴുക്കുകളെല്ലാം മാറി ശുദ്ധമായിരിക്കുന്ന ആ പൂർണ്ണതയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. മനസ്സിന്റെ തലത്തില്, ആ ഒരു ശരീരത്തിന്റെ തലത്തില്, ബുദ്ധിയുടെ തലത്തിൽ എല്ലാം തന്നെ എന്തൊക്കെ അഴുക്കുകളാണോ അടിഞ്ഞുകൂടി കിടന്നത്, എന്തൊക്കെയാണോ നമ്മുടെ മാനസിക വൈകല്യങ്ങൾക്ക്, ദുഃഖങ്ങൾക്ക്, വിഷമങ്ങൾക്ക് കാരണമായിരുന്നത്, ശരീരത്തിലെ രോഗാവസ്ഥയെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം മാറി പൂർണ്ണമായിരിക്കുന്ന മനസ്സിനും ശരീരത്തിനുമുള്ള ആരോഗ്യം തരുന്ന ആ ദേവതകളെ പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യണം? ശരണാഗതി ചെയ്യണം. മനസ്സിലാക്കി മനഃശുദ്ധിയോടുകൂടി പൂർണ്ണ തീവ്രതയോടെ വിശ്വാസത്തോടുകൂടി നമസ്കരിച്ചാല് ഉറപ്പായിട്ടും നമ്മുടെ ആത്മാവ് അനുഗ്രഹിക്കുന്ന പോലെ വേറെ ആരും അനുഗ്രഹിക്കാനില്ല. കാരണം പുറത്തുനിന്നുള്ള അനുഗ്രഹമൊക്കെ പലതിനെ ബേസ് ചെയ്താ വരുന്നത്. ഇതോ നമ്മുടെ ആത്മാവ്, എന്റെ ഈശ്വരൻ അല്ലേ, എന്റെ ദേവത, അതിനപ്പുറം ഒരു ശക്തിയില്ല. ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന എല്ലാം ഇതിന്റെ 16 കലകളിൽ വെറും ഒരു അംശത്തെയാണെന്ന് തിരിച്ചറിയണം. പൂർണ്ണ കലകളോടുകൂടി മഹാഷോഡശി രൂപത്തില് മഹാചക്ര സ്വരൂപിണിയായിട്ട്, ബിന്ദു സ്വരൂപിണിയായിട്ട് ആ ശിവശക്തികള് ആ ഒരു ഉജ്ജ്വല പ്രകാശം പരത്തിക്കൊണ്ട് നമ്മുടെ ആജ്ഞാചക്രത്തില്, വിശുദ്ധി ചക്രത്തില്, ഹൃദയപത്മത്തില്, സഹസ്രാരത്തില് പൂർണ്ണരായിട്ട് സർവാവസ്ഥ വിവർജിത അവരുടെ മേളന സ്ഥലമാണ് നമ്മുടെ സഹസ്രാര പത്മം. അവിടെ ഇരിക്കുന്ന ഗുരുതത്വത്തെ നമസ്കരിച്ചുകൊണ്ട് ഇത് ആരാണോ പൂർണ്ണമായിട്ട് ജപിക്കുന്നത്, പൂർണ്ണ വിശ്വാസത്തോടു കൂടി ജപിക്കുന്നത്, അവർക്ക് പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം ഗുരുപരമ്പരയും ദേവിയും തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് ഇന്നിവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.